ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂണ്ടിയിലാട്ടോ. പൂണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട്ടിലെ ഒരു കാർഷിക ഗ്രാമമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാട്ടോ പൂണ്ടി. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം ഒരു സ്വിറ്റ്സർലൻഡിലെ പോലെ തന്നെയാണ്. ഇവിടെ കുറേ മൊട്ടക്കുന്നുകൾ കാണാം, ചെറിയ തടാകങ്ങൾ കാണാം, പുൽമേടുകൾ കാണാം. നിങ്ങൾക്ക് കാണാം ഇവിടെ പശുക്കളൊക്കെ നിന്ന് മെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ പല തരത്തിലുള്ള മരങ്ങൾ, നമ്മൾ കാണാത്ത ടൈപ്പിലുള്ള മരങ്ങളൊക്കെ അവിടെ കുറേ യൂക്കാലി തോട്ടങ്ങൾ കാണാം. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊടൈക്കനാൽ വരാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ കാണണം, നല്ല രസമാണ്. അതുപോലെ കൊടൈക്കനാൽ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഫുള്ള് ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താണ് പൂണ്ടി എന്നും പൂണ്ടിയിൽ എപ്പോഴാണ് വരേണ്ടതെന്നും എല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും ഇങ്ങോട്ട് വരരുത്. നമ്മൾ ഓണത്തിനാണെങ്കിലും അത്ര സൂട്ടബിൾ അല്ല. ഒരു ഡിസംബർ മാസമാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല കാലാവസ്ഥയായിരിക്കും. ഇവിടെ വരുമ്പം ഒരു സൂര്യപ്രകാശം വളരെ കുറവാട്ടോ. ഇവിടെ ഏത് സമയത്തും ഇതുപോലൊരു ഇരുണ്ട് മൂടിക്കിടക്കുന്നൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു തണുപ്പ്. എന്നാൽ കണ്ടമാനം തണുപ്പില്ല കേട്ടോ. മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പാണ്, പക്ഷെ ആ തണുപ്പൊന്നും ഇവിടെയില്ല. പക്ഷെ അന്തരീക്ഷം എപ്പോഴും ഇങ്ങനെ മൂടിക്കിടക്കും കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തടാകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണാം കേട്ടോ. അതിൻ്റെ അപ്പുറം വേറെ വലിയൊരു തടാകമുണ്ട്. ആ തടാകമെല്ലാം ഞാൻ കാണിക്കാം, വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക കേട്ടോ. അപ്പം മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്, കുറേയധികം ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടിക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഭാഗങ്ങൾ ഇങ്ങനെ മനോഹരമായി കിടക്കും കേട്ടോ. നമ്മളെല്ലാം വീഡിയോ എടുക്കാൻ തോന്നും. അങ്ങനെ കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കുറേ ഭാഗങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ വീഡിയോസാണ്, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.